Hello, teachers. Welcome to Super Tutor, your one-stop solution for everything related to online teaching. സോ ഫാർ നിങ്ങൾ ഒരുപാട് ടൂൾസും കാര്യങ്ങളെല്ലാം ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതെല്ലാം നിങ്ങൾ ടീച്ചിങ്ങിലോട്ടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോന്റെ ടോപ്പിക് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ക്യാൻവയാണ്. വൺ ഓഫ് ദ ട്രെൻഡിങ് ടൂൾ ആണ് അല്ലേ ഇന്ന് ക്യാൻവ എന്ന് പറയുന്നത്. ക്യാൻവ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻവ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ടേക്ക് കിടക്കാം അല്ലെ. സോ അതിനായിട്ട് നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ക്രോം ടാബ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുന്നു. സോ ക്യാൻവ നമുക്ക് ലാപ്ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അതല്ല നിങ്ങൾ ഫോണിലാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പ് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലൊക്കെ പോയിട്ട് ക്യാൻവയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ക്രോമിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ക്യാൻവ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. സോ canva.com എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ഐക്കൺ തന്നെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ ഇതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ഞാൻ ഓൾറെഡി എൻ്റെ ക്യാൻവ ലോഗിൻ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. ക്യാൻവ ലോഗിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങളെ ഈ അക്കൗണ്ട് ഉണ്ടല്ലോ, ജിമെയിൽ അക്കൗണ്ട്, ആപ്പിൾ അക്കൗണ്ടോ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ഡെസ്ക്ടോപ്പ്, ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ആ ഒരു ലോഗിൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ക്യാൻവ ഉപയോഗിച്ചിട്ട് നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡോക്യുമെന്റ്, വൈറ്റ് ബോർഡ്, പ്രസന്റേഷൻ, സോഷ്യൽ മീഡിയ, ഫോട്ടോ എഡിറ്റർ, വീഡിയോ എഡിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്, വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണ്ടന്റ്സ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ക്യാൻവ ഉപയോഗിച്ചിട്ട് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പ്രസന്റേഷൻ ആണ് ചെയ്യുന്നത്. സോ നമ്മൾ 2 ടൈപ്പ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ എ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മളൊരു പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തിട്ട് എങ്ങനെ നമുക്ക് ക്യാൻവയിൽ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതല്ല നമുക്ക് ടെംപ്ലേറ്റ്സ്, ഇതിൽ ഒത്തിരി ഒരു 1000+ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, പ്രസന്റേഷന്റെ. സോ ആ ടെംപ്ലേറ്റ്സിലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പവർ പോയിന്റ് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാം. സോ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രീമിയം പ്ലാൻ അല്ല കേട്ടോ, ഇവിടെ കണ്ടില്ല അപ്ഗ്രേഡ് ടുഡേ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇത് പ്രീമിയം പ്ലാൻ അല്ല, എൻ്റെ നോർമൽ സാധാ ഫ്രീ ആപ്പ് ആണ്. ഓക്കെ, സോ ഇവിടെ സെർച്ച് മില്യൺസ് ഓഫ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിൽ നമ്മൾ ഇവിടെ ടെംപ്ലേറ്റ്സ് എന്നുള്ളതിലാണ് ഇപ്പോൾ ഉള്ളത് ഐക്കൺ. അത് നമ്മൾ മാറ്റിയിട്ട് ക്യാൻവ എന്നാക്കുന്നു. ഓക്കെ, ക്യാൻവ എടുക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോംപ്റ്റ് കൊടുക്കുക. നമുക്ക് ക്രിയേറ്റ് എ പ്രസന്റേഷൻ റിഗാർഡിംഗ് ഗ്ലോബൽ വാർമിംഗ് അക്കോർഡിംഗ് ടു ഈച്ച് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. ഓക്കെ, സോ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ട് ഒരു 8ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, സോ അതിനായിട്ട് നമ്മളൊരു നല്ലൊരു ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇതോടെ വോയിസ് ഓവർ ആയിട്ടും കൊടുക്കാം കേട്ടോ. നിങ്ങളെ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. ജസ്റ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് അതിന്റെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ കുറച്ചൊരു സമയം എടുക്കും. ആ ഒരു സമയം നിങ്ങൾ എന്തായാലും കൊടുക്കണം. ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 50 സെക്കൻഡ്സ് അത്രയൊക്കെ വരുള്ളൂ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നല്ല നെറ്റ്വർക്ക് സ്പീഡ് ഉള്ള ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അതിനായിട്ട് ജസ്റ്റ് ഗിവ് എ മൊമെന്റ് എന്ന് പറയുന്നുണ്ട്. പബ്ലിഷിംഗ് ഡിസൈൻസ് DTV നമ്മുടെ യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാണ് ചെയ്തു പ്രോസസ്സിംഗ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് സോ നമ്മൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. യെസ്, ഓക്കെ, ഫൈൻ. നമ്മുടെ പ്രസന്റേഷൻ ഇവരെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ എന്താ ഇപ്പൊ ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ക്യാൻവ എടുത്തു. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ട് 8th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അത്രയും ഞാൻ ചെയ്തുള്ളൂ. ജസ്റ്റ് സിമ്പിൾ പ്രോംപ്റ്റേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ബട്ട് അതിൽ നിന്ന് നമുക്ക് എന്താണ് 1, 2 ഇതാ കണ്ടോ, നമുക്ക് ടോട്ടൽ
എനിക്ക് തോന്നുന്നു 4 ടെംപ്ലേറ്റ്സുകളാണ് ഇവിടെ നമുക്ക് ക്യാൻവ എ നമുക്ക് ഇപ്പൊ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അതിൽ ഞാനിപ്പോ ഈ ലാസ്റ്റ് ടെംപ്ലേറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ അതായത് കണ്ടോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടെംപ്ലേറ്റ്, ഈ ഒരു അണ്ടർസ്റ്റാൻഡ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുന്നത്. ടോട്ടൽ 1/8 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 8 ടോപ്പിക് ആയിരിക്കും, 8 സ്ലൈഡ്സ് ആയിട്ടായിരിക്കും ഇതിലുണ്ടായിരിക്കുക. ഓക്കെ, സോ ഇതിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് ഏതൊക്കെ സ്ലൈഡ്സ് ആണ് എന്നുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ളത് ഇവിടെ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഓക്കെ അവൈലബിൾ ആണ്. സോ യൂസ് ക്യാൻവ എഡിറ്റർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രസന്റേഷൻ നമുക്കൊരു എഡിറ്റിംഗ് പേജിലോട്ടേക്ക് റീഡയറക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്സോ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പ്രസന്റേഷൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആക്കാം. ഓക്കെ, സോ ഇത് വേറൊരു എഡിറ്റിംഗ് പേജിലോട്ടേക്ക് റീഡയറക്ട് ചെയ്ത് വരുന്നുണ്ട്. സോ ഇതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് പേജ് ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം നമുക്ക് ഇവിടെ AI യൂസ് ചെയ്തിട്ട് നമുക്കൊരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഇതിനെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയിൽ ഇതിപ്പം 2ാമത്തെ സ്ലൈഡാണ്, ഇതിപ്പം 3ാമത്തെ സ്ലൈഡാണ്. അപ്പൊ ഈ 2 സ്ലൈഡിന്റെ ഇടയിൽ നമുക്ക് വീണ്ടും സ്ലൈഡ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് സ്ലൈഡ് കൊടുത്തിട്ട് നമ്മളുടെ സ്ലൈഡ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ആൻഡ് നമുക്ക് നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു പിക്ചർ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലെല്ലാ കാര്യങ്ങളും നമുക്ക് എഡിറ്റബിൾ ആണ്, എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമുക്കിപ്പം ഈ ഒരു 4ാമത്തെ സ്ലൈഡ് എടുക്കാം, ഈ ഒരു 4ാമത്തെ സ്ലൈഡ്. സോ ഇതിലിപ്പോ നമുക്ക് ആൻഡ് ഇവിടെ നമുക്ക് ഈ എഡിറ്റിംഗ് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ടൈപ്പിംഗ് വരുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഇവിടെ നമുക്ക് ഫോണ്ടിന്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫോണ്ട് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നമുക്ക് ഇതിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ബോൾഡ് ആക്കാനും ഇറ്റാലിക് ആക്കാനും പിന്നെ അങ്ങനെ ബുള്ളറ്റ് പോയിന്റ്സ് ആനിമേഷൻ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് ഇവിടെ ഓരോ ബുള്ളറ്റ് പോയിന്റ്സിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ തന്നെ വെക്കാം. അതല്ല നിങ്ങൾക്ക് നിങ്ങളിലുള്ള കോntents നിങ്ങൾക്ക് ഇതിലോട്ടേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് എന്താണ് ക്യാൻവ AI യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ലൈഡ്സ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പിക്ചർ മാറ്റിയിട്ട് നമുക്ക് വേറൊരു പിക്ചർ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈനിൽ പോയാൽ മതി. ഈ ഒരു കാര്യം ഞാൻ കൂടുതലായിട്ടും നമ്മുടെ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് പ്രസന്റേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. അപ്പം ജസ്റ്റ് ഒരു സിമ്പിൾ കാര്യം ഓർത്ത് വെക്കുക. അതായത് ഇപ്പൊ നമുക്ക് ഈ ഒരു സൈഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അല്ലെ, നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ഡിസൈൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ ഒരുപാട് ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ടെംപ്ലേറ്റ്സുകൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതിലിപ്പം ഒരു ഈ ക്രൗണിന്റെ ചിഹ്നം കണ്ട പ്രോ വേർഷൻ, ഈ ക്രൗണിന്റെ ചിഹ്നമുള്ള സിമ്പിൾ ഉള്ള ഈ ഒരു ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് പ്രൊവേർഷൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, ആൻഡ് ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഈ ക്രൗണിന്റെ ചിഹ്നം ഇല്ലാത്തത് ഈ ഒരു ടെംപ്ലേറ്റിൽ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു കാര്യം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്ലൈഡ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണലി ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ചെയ്തതാണ്. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഏത് ടെംപ്ലേറ്റ് ആണോ ഇഷ്ടമായത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്തും കൊടുക്കാം ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഏതെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രസന്റേഷൻ ആണ് നിങ്ങൾക്ക് ടെംപ്ലേറ്റ് ഇഷ്ടമായി, അപ്പൊ അത് ഇതിലോട്ടേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ടേക്ക് അഡീഷണലി ടെംപ്ലേറ്റ്സുകൾ അല്ലെങ്കിൽ സ്ലൈഡ്സുകൾ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ക്ലിയർ ആണല്ലോ?
സോ പിന്നെ എലമെന്റ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ എലമെന്റ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ ഒരുപാട് എലമെന്റ്സിൽ റൈറ്റ് ആംഗിൾ ആറോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടേബിള് ഇവിടെ നമുക്ക് എന്തൊക്കെ എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെ ഇഷ്ടം പോലെ ഷെയ്ഡ്സുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഫ്രെയിം എടുക്കുക, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രെയിം നമുക്ക് ഇതാ അപ്പൊ ഈ ഒരു ഫ്രെയിം നമുക്ക് ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ആ ഫ്രെയിം അവിടെ വന്നിട്ടുണ്ട് അല്ലെ. സോ കണ്ടോ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പിക്ചറിൽ നമുക്ക് എന്ത് ചെയ്യണം, വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു പിക്ചർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഗ്രാഫിക്സ് പോയാൽ മതി. ഈ ഫ്രെയിംസ് തന്നെ എലമെന്റ്സ് തന്നെ നമുക്ക് ഗ്രാഫിക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഗ്രാഫിക്സ് സെറ്റിലേലും കുഴപ്പമില്ല, ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാനുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ജസ്റ്റ് എ ട്രീ എന്നുള്ളത് അടിച്ചു കൊടുക്കുക. ട്രീ ആപ്പിൾ ട്രീ ആനിമേഷൻ അടിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യം അടിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്ത് എലമെന്റ് ആണ് എന്ത് പിക്ചർ ആണ് ഇവിടെ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു ആനിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രീനെയാണ് ഇതാക്കിയത്. അത് ഞാൻ ജസ്റ്റ് ഇതാ കണ്ടോ, ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ട്രീനെ ഞാനിവിടെ ഞാൻ ഈ ഒരു പിക്ചറിലോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ സി നമ്മളുടെ ഈ ഒരു ഇതെന്താണ്, കുറച്ച് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം തൽക്കാലം. ഇവിടെ നമുക്ക് വേറെ ഏതെങ്കിലും ഫ്രെയിം കൊടുക്കാട്ടെ. ഇത് ആനിമേഷൻ ആയതുകൊണ്ടാണ് ആ ഫ്രെയിമിൽ ഇതാവാത്തത്. അപ്പൊ നമുക്ക് നടുവിലോ അല്ലെങ്കിൽ സൈഡിലോ എവിടെയാണോ നമുക്ക് ആനിമേഷൻ കൊടുക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് ചേരാത്തത് കൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്യുവാണ്. നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ആണ് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇതിനുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പം ഇത് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് എന്ത് ചെയ്താൽ മതി, ഡിലീറ്റ് ഓപ്ഷനിൽ ഡിലീറ്റ് പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം ആ ഒരു എന്തെന്ന് പറയുന്നത്, ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ക്യാൻവയിൽ പ്രസന്റേഷൻ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത്. സോ ബാക്ക് നമ്മളുടെ ഹോം പേജിലോട്ടേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതല്ല നമ്മളെ ഹോം പേജ്. ഇവിടെ ടെംപ്ലേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യും ഈ ടെംപ്ലേറ്റ് ആണ് എനെ കാട്ടിയും. കാരണം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടെ അടിപൊളി ടൂൾസുകളെല്ലാം ഉണ്ട്. അപ്പം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് പ്രസന്റേഷൻ ഉണ്ടാക്കാം. ക്യാൻവയിൽ ഞാൻ കുറച്ചും കൂടെ ടെംപ്ലേറ്റ്സുകളാണ് കുറച്ചും കൂടെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ പ്രസന്റേഷൻ ടെംപ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രസന്റേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റേഷന്റെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ വരും. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ഫ്രം എന്താണ് ബ്ലാങ്ക് പ്രസന്റേഷൻ അല്ലെ, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഫ്രം ദ സ്ക്രാച്ച് മുതൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തിട്ട് ചെയ്യാം എന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ആണ് എടുക്കേണ്ടത്. അതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെംപ്ലേറ്റ്സുകളാണ്. ഈ ടെംപ്ലേറ്റ്സുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രസന്റേഷന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഉണ്ട്, സെയിം ടോപ്പിക് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ക്രിയേറ്റീവ് പ്രസന്റേഷൻ റിഗാർഡിംഗ് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഈ ഒരു ടെംപ്ലേറ്റ്സിൽ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടോ, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ കിട്ടും. നോർമലി നമുക്ക് ടെംപ്ലേറ്റ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കിട്ടും. അതല്ല, നിങ്ങൾക്ക് സ്പെസിഫിക് എന്താണ് ടോപ്പിക്കിനെ കുറിച്ചുള്ള ടെംപ്ലേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇതിപ്പോ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ ഏതാണോ ആ ടോപ്പിക് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് ഇവിടെ അടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർമൽ നല്ലൊരു ടെംപ്ലേറ്റ് ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെയുള്ള ടെംപ്ലേറ്റ്സുകൾ ഒന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡീഷണലി ആഡ് ചെയ്യാൻ പറ്റും. 2 ഓപ്ഷൻസും അവൈലബിൾ ആണ്. സോ ഗ്ലോബൽ വാർമിംഗ് ഈ ഒരു ടെംപ്ലേറ്റ് എടുത്തെന്ന് വിചാരിക്കും. മേക്ക് ഷുവർ ദാറ്റ് ആ ഒരു പ്രൊവേർഷൻ, ആ ക്രൗണിന്റെ ചിഹ്നം ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് പ്രീമിയം വേർഷൻസ് യൂസ് ചെയ്യുന്ന ക്യാൻവ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കേ പറ്റത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പം ആ ക്രൗണിന്റെ ചിഹ്നം ഇല്ലാത്ത ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ അവൈലബിൾ ആണ്. സോ അതൊക്കെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ക്രൗണിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല.
ഓക്കെ, അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ മേക്ക് ഷുവർ ചെയ്യുക കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് ആ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ തീം, അതായത് ആ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട്, ഞാനിപ്പോൾ നേരത്തെ ഗ്ലോബൽ വാർമിങ്ങിന്റെ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയതുപോലെ തന്നെ ഉള്ള ഒരു പേജിലോട്ടൊക്കെ വരിക. അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുക. ഈച്ച് ആൻഡ് എവറി കാര്യം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഫോണ്ട് അല്ലെങ്കിൽ ഇതിന്റെ സൈസ്, ഇതിന്റെ പിക്ചേഴ്സ്, അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അഡീഷണലി നമുക്ക് ടെക്സ്റ്റ് ബുക്സിലുള്ള എന്തെങ്കിലും പിക്ചേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ വീഡിയോസോ ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, സോ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ആ ഒരു പേജ് ഉണ്ടല്ലോ, ഈ 2 പേജ്, ഇപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പേജ്. ഈ സെയിം പേജ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, എഡിറ്റ് ആ ഒരു കാര്യങ്ങളെല്ലാം സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഫോണ്ടിൻ്റെതാണെങ്കിലും ബാക്കിയുള്ള ഡിസൈൻസിന്റെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിലൊക്കെ സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അത് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നില്ല. ഓക്കെ, സോ അപ്പം ഡിസൈൻസ് എടുക്കുകയാണ്. അപ്പൊ ഇതിൽ ഇപ്പൊ ഉള്ള ഡിസൈൻസ് ഇതാ. ഇനിയിപ്പോ വേറൊരു ഡിസൈൻ നമുക്ക് ആഡ് ചെയ്യണം. അപ്പം ഇവിടെ ഇതാ കുറെ, അപ്പൊ ഇതൊരു ഗ്ലോബൽ വാർമിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ആണെന്ന് വിചാരിക്കും. ഇപ്പൊ ഈ ഒരു പ്രസന്റേഷൻ എടുത്തു ഞാൻ. അപ്പൊ ഇതിൽ എനിക്ക് എന്ത് ചെയ്തു, അങ്ങനെ ഗോ ടു ചെയ്ത സമയത്ത് Q&A അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ഞാൻ ഇതിലേക്ക് ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ കണ്ടോ, രണ്ടാമത്തെ സ്ലൈഡ് ഈ ഒരു സ്ലൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തേത് ഈ ഒരു സ്ലൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ കളർ തീമുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതിന്റെ കളറൊക്കെ മാറ്റാം കേട്ടോ. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കളർ ഈ ഒരു കളറിലോട്ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ആ കളർ എന്നുള്ളതല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്തുണ്ടായിരിക്കുക, ഈ ഒരു ക്യാൻവയിൽ നമുക്കിത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഹെഡിങ്സ് ആണോ അല്ലെങ്കിൽ സബ് ഹെഡിങ് ആണോ അല്ലെങ്കിൽ നോർമൽ ടെക്സ്റ്റ് ആണോ എന്താണ് വേണ്ടത് എന്നുള്ളത് പക്ഷെ അതിൽ ചെയ്യാൻ പറ്റും. അപ്ലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒക്കെ ഇതിലോട്ടേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോയും ഇതിലോട്ടേക്ക് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടെംപ്ലേറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ലൈഡ്സിലോട്ടേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വൺസ് നമ്മൾ ക്യാൻവയിലെ ഡിസൈൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രസന്റ് കൊടുക്കാം. പ്രസന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും, പ്രസന്റ് ആവും. അതല്ലെങ്കിൽ നമുക്കിത് ഷെയർ ചെയ്യാം. നമുക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യാം, വേറൊരാളെ ഇൻവൈറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോപ്പി കൊടുക്കാം. കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ടാബിലോട്ടേക്ക് ഇത് 2 ആക്സസ് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ, വ്യൂ ആക്സസ് തന്നെ കൊടുത്താൽ മതി. എഡിറ്റബിൾ ആക്സസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ കോപ്പി കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു ഇതിലോട്ടേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെയിം കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ജസ്റ്റ് വേറൊരു ബ്ലാങ്ക് ടാബ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാണ്. ആ ഒരു ലിങ്ക് അഡ്രസ്സ് കണ്ടില്ലേ, ഒരു അഡ്രസ്സ് ഞാൻ ഇവിടെ ജസ്റ്റ് ടാബിൽ എന്ത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് കണ്ടോ, ലോഡ് ആവാനുള്ളൊരു ടൈമാണ്. സോ നമുക്ക് എന്താണ്, ലോഡ് ആയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. നമ്മളെല്ലാ ടെംപ്ലേറ്റ്സുകളും എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇതിപ്പോ ഞാൻ എന്താ ചെയ്തത് നിങ്ങൾക്ക് അറിയാലോ. ഇത് ഡൗൺലോഡ് ചെയ്യാം, നമുക്ക് PPT ആയിട്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് അത് നമുക്ക് വേറൊരു ക്രോം ടാബിലോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഇതിൽ വാട്സപ്പിലോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് പ്രസന്റ് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. നമ്മൾ ജസ്റ്റ് പ്രസന്റ് കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് തന്നെ പ്രസന്റ് ചെയ്യാം കേട്ടോ. ക്യാൻവയിൽ തന്നെ പ്രസന്റ് ചെയ്യാം. ക്യാൻവയിൽ നമുക്ക് ജസ്റ്റ് പ്രസന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ, ഇതൊരു പ്രസന്റ് ചെയ്യുന്ന രീതിയിലോട്ടേക്ക് നമ്മുടെ ക്യാൻവാസ് മാറിയിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ആരോ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആനിമേഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാൻവ പ്രസന്റേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വിത്തിൻ സെക്കൻഡ്സുകൾ കൊണ്ട് അല്ലെ. ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലെ. അപ്പം അത്രയൊന്നും ആവശ്യമില്ല, നമുക്ക് എന്താണ് ഈസിലി നമ്മൾക്ക് ക്യാൻവ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്.
ഓക്കെ. സോ ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ എന്തെങ്കിലും ഡ്രോ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇതിനൊരു അണ്ടർലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർലൈനിന്റെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് റൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഇവിടുന്ന് തന്നെ റൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെ ഇവിടെ ഈ ഒരു ഇതിൽ ഓപ്ഷൻ ആണ്. ഇവിടെ നമുക്ക് ഇനി ഇതിന്റെ ഒരു പോയിന്ററിന്റെ ഇത് മാറ്റണം അല്ലെങ്കിൽ തിക്നെസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ, തിക്നെസ് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബ്ലർ ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് മ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബബിളും കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, സോ അവനെ എന്ത് ചെയ്യാൻ പറ്റും, കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രമാറ്റിക് ആയിട്ട് ചില നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട്, എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ടിക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സോ ഇതാണ് നമ്മളെ ക്യാൻവ ഉപയോഗിച്ചിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് നമ്മുടെ ക്യാൻവ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് AI യൂസ് ചെയ്തിട്ടും ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടും ക്യാൻവ പ്രസന്റേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഫർദർ ആയിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഫോളോ അപ്പ് ആക്കി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.